ന്യൂസ് ഇപ്പോൾ പവലിന്റെ സ്പീച്ച് ഒന്നുകിൽ അക്കൗണ്ട് ട്രെയിൻ ആവുന്നു, അല്ലെങ്കിൽ ഒരു മാസീവ് ടേക്ക് പ്രോഫിറ്റ് എടുക്കുന്ന നോർമലി ഉള്ള ഒരു ഇവന്റ് ആണ് ഇപ്പോൾ അവരുടെ സ്പീച്ച് എന്ന് പറയുന്നത്. ഒരു മാരക മൊമെന്റം തരും. അപ്പൊ ഇന്ന് നമ്മൾ ഗോൾഡ് 15 മിനിറ്റിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്നലെ മാർക്കറ്റ് റിയാക്ട് ചെയ്ത അതേ 15 മിനിറ്റിൽ ഇന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ട്രേഡ് ഉണ്ടായിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് സ്റ്റോപ്പ് ലോസ് ആയി, ബിക്കോസ് മാർക്കറ്റിൽ മൊമെന്റം ഇല്ലായിരുന്നു. നമ്മൾ ട്രേഡ് എൻട്രി ചെയ്തത് ഈ ഒരു പോർഷൻ ആയിരുന്നു. ഈ ഒരു മോർണിംഗ് സ്റ്റാർ ക്യാൻഡൽ കൺഫർമേഷനിൽ ഈ ഒരു ഈ ഒരു ലോയുടെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് 63 ആയിരുന്നു നമ്മുടെ ടേക്ക് പ്രോഫിറ്റ്. 1:6 നല്ലൊരു ട്രേഡ് ഉണ്ടായിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു. ബിക്കോസ് ഇതൊരു അക്യുമുലേഷൻ സ്റ്റേജിലായിരുന്നു ലണ്ടനിൽ. ബിക്കോസ് എന്താ പറയുക, ന്യൂയോർക്കിൽ നല്ലൊരു മൊമെന്റം തരാൻ വേണ്ടി മാർക്കറ്റ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ എല്ലാം ബയേഴ്സ് ഉണ്ടല്ലേ, ഇവിടെ ബയേഴ്സ് ഉണ്ട്, ഇവിടെ ബയേഴ്സ് ഉണ്ട്, ഇവിടെ ബയേഴ്സ് ഉണ്ട്, ഇവിടെ ബൈയിങ്ങിന് ട്രൈ ചെയ്തു. അപ്പൊ ഈ ഒരു ബൈയിങ് സൈഡ് എല്ലാ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തിട്ട് അക്യുമുലേഷൻ കഴിഞ്ഞു, മാനിപ്പുലേഷൻ സ്റ്റേജ് കഴിഞ്ഞു. ഇനി എന്താണ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഈ ഒരു ബ്രേക്കിങ്ങിലാണ് നമ്മൾ ട്രേഡ് എൻ്റർ ചെയ്തേക്കുന്നത്. 3 മിനിറ്റിൽ മാർക്കറ്റ് എപ്പോൾ ബ്രേക്ക് ചെയ്തോ അപ്പോൾ നമ്മൾ ട്രേഡ് എൻ്റർ ചെയ്തത്. 15 മിനിറ്റിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഹൈ ഇതുവരെ എടുത്തിട്ടില്ല, സോ വീഴാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ബട്ട് 4 അവറിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് മാർക്കറ്റ് ഇവിടെ ഒരു മോർണിംഗ് സ്റ്റാർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ആക്ച്വലി ക്രിയേറ്റ് ചെയ്യേണ്ടതായിരുന്നു, ബട്ട് ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടം വരെ ഇറങ്ങി വന്നു, ബിക്കോസ് ദിസ് വാസ് എ കംപ്ലീറ്റ് ഓർഡർ ബ്ലോക്ക്. ദിസ് വാസ് എ കംപ്ലീറ്റ് 4 അവർ ഓർഡർ ബ്ലോക്ക്. അപ്പോൾ 4 അവറിൽ നിന്ന് ഓർഡേഴ്സ് എല്ലാം പിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി മാർക്കറ്റിന് എന്താണ്, ഇനി മേളിലോട്ടുള്ള മൊമെന്റാണ്. ഇപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 63 തന്നെയാണ് ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് അറൌണ്ട് 3400. നമ്മൾ വെച്ചേക്കുന്നത് 3498. പിവോട്ട് റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ തട്ടി ഇവിടെ തട്ടിയൊക്കെ നിൽക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ന്യൂസ് എന്തായാലും 7:30-ക്കാണുള്ളത്. അപ്പോൾ നമുക്കിനി വൺസ് ട്രേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി അത് വെയിറ്റ് ചെയ്യാം, ന്യൂസ് എന്താണെന്ന് വരുന്നത്. പവലിന് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. അതനുസരിച്ചിരിക്കും മാർക്കറ്റിന്റെ മൂല്യം. ടെക്നിക്കലി മാർക്കറ്റ് ബൈയിങ് സൈഡിലാണ്. 4 അവർ നിങ്ങൾ ചെക്ക് ചെയ്താൽ മാർക്കറ്റ് ബൈയിങ് സൈഡിൽ തന്നെയാണ്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ ചേഞ്ച് ഓഫ് ക്യാരക്ടറിൽ നിന്നാണ് തിരിച്ച് ഓർഡർ സ്പീക്ക് ചെയ്യാൻ വന്നത്. ബട്ട് സ്റ്റിൽ ഈ ഒരു സെല്ലിംഗ് ക്യാൻഡലിൽ നിന്നാണ് സെല്ലിങ് വന്നത്. സോ ആ ഒരു ഓർഡർ ബ്ലോക്കും വാലിഡ് ആണ്. ബട്ട് ഐ പ്രിഫർ ടു ബൈ, ബിക്കോസ് ഇവിടെ നല്ലൊരു ലെവല് ഉണ്ടായിരുന്നു. ഇവിടെ മാർക്കറ്റ് സപ്പോർട്ട് അറ്റാക്ക് ചെയ്തു, ഇവിടെ റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്തു, ഇവിടെ സപ്പോർട്ടായി, ഇവിടെ സപ്പോർട്ട്, ഇവിടെ സപ്പോർട്ട്, ഇവിടെ സപ്പോർട്ട്, തിരിച്ചു വന്നപ്പോൾ പിന്നെ അവിടെ സപ്പോർട്ട്, ഇനിയില്ല ഫൈനലി സപ്പോർട്ട് ടേക്കിംഗ് ഓൾ ദ ലിക്വിഡിറ്റീസ്. സോ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഗോൾഡ് ഈസ് ഗോയിങ് ടു ഫ്ലൈ. 3405 വരെയൊക്കെ ടാർഗറ്റ്, ഈ ഒരു ലെവൽ ടാർഗറ്റ് വരാം. അത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഈ റീടെസ്റ്റിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ ഈ ഒരു ലിക്വിഡിറ്റി കംപ്ലീറ്റ് ആയിട്ട് വാഷ് ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു ന്യൂസാണ് പവലിന്റെ സ്പീച്ച് എന്ന് പറയുന്നത്. ഇത്രയാണ് ടെക്നിക്കലി നമുക്ക് കൺഫർമേഷൻസ് ഉള്ളത്. ബാക്കി ഫണ്ടമെന്റൽ മാർക്കറ്റ് അപ്പോൾ എന്താണോ പവൽ എന്താണോ പറയുന്നത് അതനുസരിച്ചിരിക്കും മാർക്കറ്റിന്റെ മാർക്കറ്റ്. നമ്മൾ വെയിറ്റ് ചെയ്യാം. മറന്നു പോയായിരുന്നു, ട്രേഡ് എൻ്റർ ആയിട്ടുണ്ട്. നേരത്തെ ട്രേഡ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ന്യൂസ് ബൈങ് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിക്ക് ബൈങ് വരുന്നുണ്ട്. 63 വരെ എന്തായാലും ബൈങ് കാണിക്കും. അത് കഴിഞ്ഞിട്ട് ഇന്നിന് മൊമെന്റം കിട്ടുമെന്ന് പാടാണ്. ബിക്കോസ് എത്ര ഓൾറെഡി 100 പിപ്സ് ക്രോസ് ചെയ്തു. 100 അല്ലല്ലോ, 200 പിപ്സ് ക്രോസ് ചെയ്തു. 31-ന് 51, 200 പിപ്സ് ക്രോസ് ചെയ്തു. ഇനി ഒരു 200 പിപ്സും കൂടെ ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. $400 പിപ്സ് ഒക്കെ എത്രയൊക്കെ തരത്തുള്ളൂ. 63 ആ റേഞ്ച്.
ഇങ്ങനെയുള്ള ലോസിൽ നമ്മൾ ബൈ സ്റ്റോപ്പ് ആണ് വെക്കുന്നത്. മറ്റേ ചെറിയ 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 ലോട്ട് ഇട്ടിട്ട് ബൈ സ്റ്റോപ്പ് ആണ് വെക്കുന്നത്. കാര്യം അത്രയും കയറി പോകാൻ വേണ്ടിയിട്ട് ഒറ്റയടിക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടെ ഫുൾ ലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ നമ്മുടെ ഫുൾ ലോസ് അവിടെ സംഭവിക്കും. അതേ സമയത്ത് ഇവിടുന്ന് കയറിപ്പോകുന്ന വഴിക്ക് ഇവിടെ എല്ലാം നമ്മൾ ബൈ സ്റ്റോപ്പ് ട്രേഡ്സ് പ്ലേസ് ചെയ്യും. അപ്പോൾ ഓരോരുത്തർക്കും കയറിപ്പോകുന്ന വഴിക്ക് നമുക്ക് പ്രോഫിറ്റ് തന്നുകൊണ്ട് കയറി. ഇനി അവിടുന്ന് ഫോളോ ആവുകയാണെങ്കിൽ അത്രയും ലോസ് ആവും. ബട്ട് സ്റ്റിൽ അതിന് മുന്നേ നമ്മൾ എക്സിറ്റ് ആവും. ബിക്കോസ് നമ്മുടെ വലിയൊരു ലോട്ട് ഇരിക്കുന്നത് ഇവിടാണ്, മേജർ ലോട്ട് ഇരിക്കുന്നത് ഇവിടാണ്. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്യരുത്. അപ്പോൾ എത്ര ഇറങ്ങി വന്നാലും ഈ ഒരു ലോട്ട് ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഫുള്ള് ക്ലോസ് ചെയ്യും. പിന്നെ വെയിറ്റ് ചെയ്തില്ല, ബിക്കോസ് ഇത്രയും ലോസ് വന്നു. ഈ ഒരു മേജർ ലോട്ടിന്റെ പ്രോഫിറ്റ് ഈ ഒരു ഏരിയയിൽ തങ്ങി നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ ക്ലോസ് ചെയ്യത്തുള്ളൂ. ഇവിടെ നല്ല ടൈം കയറിയത് 36, 56, 200 പിപ്സേ വന്നിട്ടുള്ളൂ. ഈ ഒരു ഏരിയ വരെ വരാം 76. 180. ഇനിയുള്ളത് ഈ ലിക്വിഡിറ്റി ഉണ്ട്. ഈ ഒരു ലിക്വിഡിറ്റി വരാനാണ് പ്രോബ്ലം. 400 പിപ്സ് ആണ് പവൽ സ്പീച്ചിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. 300 പിപ്സ് ഓൾറെഡി ആയി. നമ്മൾ നമ്മളെടുത്ത 333 റേഞ്ചിൽ നിന്നാണ് എടുത്തത്. 61 ആയിട്ടുണ്ട്. നമ്മൾ 300 പിപ്സിൽ അറൗണ്ട് 80% ട്രേഡ് കട്ട് ചെയ്തു. ഫ്രൈഡേ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്ന് ഓൾറെഡി മാർക്കറ്റ് ഒരു 400 പിപ്പിന്റെ മൊമെന്റം മൊത്തത്തിൽ തന്നു കഴിഞ്ഞു. ഇനി ഒരു 400 പിപ്പ് തരണം എന്നുള്ളത് നമ്മുടെ ഒരു ഗ്രീഡായി പോകും. ബട്ട് നമ്മുടെ ആ ഒരു എന്താ പറയുക, ഞാൻ ട്രേഡ് എക്സിറ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ എനിക്ക് അത്രയും പ്രോഫിറ്റ് കിട്ടേണ്ടുന്നതായിരുന്നു എന്നൊരു ഗ്രീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 20% നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഈ പിവോട്ടിന്റെ തൊട്ട് താഴെ SL വെച്ചിട്ട്. അങ്ങനെയാണ് നമ്മളിപ്പം ഫൈനലി ട്രേഡ് ഹോൾഡ് ചെയ്തത്. സോ അത്രേ ഉള്ളൂ. 20% എന്തായാലും SL ആയാലും നമുക്ക് പ്രശ്നമില്ല, ബിക്കോസ് ഓൾറെഡി അതും ചെറിയൊരു പ്രോഫിറ്റ് തന്നെയാണ്. നമ്മൾ പറഞ്ഞാൽ നമ്മുടെ മേജർ ഇവിടുത്തെ ഒരു മേജർ ലോട്ട് ഉണ്ടായിരുന്നു. ആ ലോട്ട് നമ്മൾ ഇവിടെ തന്നെ എക്സിറ്റ് ആയി കയറി പോകുന്നുണ്ട്. ഈ ഒരു ഏരിയ വരെ എന്തായാലും വരാനുള്ള ചാൻസ് ഉണ്ട്, ബിക്കോസ് ന്യൂസ് ടൈമിൽ നിന്ന് 400 പിപ്സ് ആണ് പവലിന്റെ സ്പീച്ചിൽ നോർമലി വരുന്നത്. അത് മൊമെന്റം കുറവായതുകൊണ്ട് ഇവിടെ ഒരു 1 മിനിറ്റിൽ മാർക്കറ്റ് ഇങ്ങനെ തങ്ങി നിന്നത് കൊണ്ടാണ് നമ്മൾ എക്സിറ്റ് ആയത്. 80% നമ്മൾ 300 പിപ്സ് 300 പിപ്സ് സിംഗിൾ ഡേ ഗോൾഡ് സെറ്റ് സോ ഗുഡ്. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എക്സിറ്റ് ആയി. ഇനി ബാക്കി റൺ ചെയ്യട്ടെ. ബാക്കി നമ്മുടെ ടേക്ക് പ്രോഫിറ്റ് അറൗണ്ട് 74. ഈ ഒരു റീജിയനിൽ നമ്മുടെ ടേക്ക് പ്രോഫിറ്റ് ബാക്കി 20% വെച്ച് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെക്കുക. മാക്സിമം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോമോ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫോമോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ മെയിൻ ലോട്ട് എടുത്തിട്ട് ബാക്കി ചെറിയ 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 കാര്യം. അപ്പോൾ ഈ കയറി പോണ പോക്കിന് ഒരുപാട് ലോട്ട്സ് ഫില്ലായി എനിക്ക് തോന്നുന്നു. അതിൻ്റെ 347 വരെ ആയിരുന്നു ലോട്ട് ഫില്ല് ചെയ്യാനുണ്ടാകണം. ഒരു ഡൗട്ട് അടിച്ചതാണ് ഏതെങ്കിലും പെൻഡിങ് ഉണ്ടോ എന്ന്. ഇല്ല. നമ്മുടെ ട്രേഡ് അത്യാവശ്യം കഴിഞ്ഞു ഇന്നത്തെ.
ഇന്നത്തെ വീക്കിലെ ട്രേഡ് അതിൻ്റെ ചെയ്യണം. നമ്മുടെ ട്രേഡിൻ്റെ അവസ്ഥ എന്താണ് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ നമ്മളെ ഫുൾ പ്രോഫിറ്റ് അടിച്ചു, ഒരു 3374 നമ്മളെ ഫുൾ പ്രോഫിറ്റ് അടിച്ചു. മാർക്കറ്റ് അങ്ങ് പുഷ് ചെയ്യുക. നൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീക്ക് കഴിഞ്ഞിരിക്കുന്നു. ഫുൾ പ്രോഫിറ്റ് കഴിഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പം എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്.